നമസ്കാരം. സമഗ്രമായി നോക്കാം വാർത്തകൾ. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. 8, 7, 6, 5, 4, 3, 2, 1, 0. All L40 engines generating nominal thrust. S139 motor ignited. 5 seconds. ISRO നാസ സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നൈസർ വിക്ഷേപണം വിജയകരം. വിക്ഷേപിച്ചത് GSLV F-16 റോക്കറ്റിൽ. നൈസർ നിർമ്മിച്ചതിൽ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹം. KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ സ്ഥിരം VC-മാർ വേണമെന്ന് സുപ്രീം കോടതി. അതുവരെ താൽക്കാലിക VC-മാർക്ക് തുടരാമെന്ന് നിർദ്ദേശം. കേരള സർവകലാശാലയിലെ പ്രശ്നപരിഹാരത്തിന് വീണ്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ VC മോഹനൻ കുന്നുമ്മൽ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തം. രാജ്ഭവനിലേക്ക് ക്രൈസ്തവ സഭകളുടെ മാർച്ച്. കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ സെഷൻസ് കോടതി. പരിഗണിക്കേണ്ടത് NIA കോടതിയെന്ന് സെഷൻസ് കോടതി. പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്തതിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ. ഫസീല ക്രൂരപീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം സംസ്കരിച്ചു. T20 ബാറ്റർമാരുടെ ICC റാങ്കിങ്ങിൽ ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ ഒന്നാമത്. നേട്ടം ഓസ്ട്രേലിയൻ താരം ട്രാവിഡ് ഹെഡിനെ പിന്തള്ളി. ISRO നാസ സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നൈസർ വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും 5:40 വിക്ഷേപണം. ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് നൈസറിന്റെ പ്രധാന ദൗത്യം. ISROയുടെ GSLV 16 റോക്കറ്റാണ് നൈസറുമായി കുതിച്ചുയർന്നത്. ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന ഉപഗ്രഹം 12 ദിവസത്തെ ഇടവേളകളിൽ ഭൗമോപരിതലത്തെ വിവരങ്ങൾ കൈമാറും. എല്ലാ കാലാവസ്ഥയിലും രാത്രി പകൽ വ്യത്യാസമില്ലാതെ വിവരങ്ങൾ ശേഖരിക്കാൻ നൈസറിന് കഴിയും. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ. വെള്ളാങ്ങല്ലൂർ കരുമാത്ര നൌഫലിന്റെ ഭാര്യ ഫസീലയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. ഭർത്തൃപീഡനമാണ് മരണത്തിന് കാരണമെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഗാർഹിക പീഡനം മൂലമാണ് ആത്മഹത്യ ചെയ്തതെന്ന യുവതിയുടെ വീട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നൌഫലിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്തൃമാതാവ് ഉപദ്രവിച്ചിരുന്നുവെന്നുമുള്ള യുവതിയുടെ വാട്സപ്പ് സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. തുടർന്നാണ് നൌഫലിന്റെ മാതാവ് റംലത്തിനെയും അറസ്റ്റ് ചെയ്തത്. 10 മാസം പ്രായമുള്ള കുട്ടിയുടെ അമ്മയുമാണ് ഫസീല. യുവതി മുൻപും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും ഭർത്താവ് നൌഫൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചതായും ഫസീലയുടെ ബന്ധുക്കൾ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പയ്യൻ വന്നിരുന്നു. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. കാരണം കുടുംബക്കാർ ഇത് കണ്ടപ്പോൾ ചോദിച്ചു എന്താണെന്നുള്ളത്. ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്നെ കുരക്കി പിടിച്ചപ്പോൾ എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞു. ഇതാണ് അവൻ പറഞ്ഞ വാക്ക്. അതെന്താണ് പറ്റിയതെന്നൊന്നും നമുക്കറിയില്ല. പിന്നീട് അവൻ പറഞ്ഞു ഞാൻ ചവിട്ടിയിട്ടുണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞത് അവിടെ വെച്ചു. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സെക്കീനയുടെയും മകളാണ് ഫസീല. ഫസീലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകി. അമൃത ന്യൂസ്, തൃശൂർ. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം സംസ്കരിച്ചു. 10 വയസ്സുകാരിയായ മകളാണ് ചിതയിൽ തീ പകർന്നത്. കൊല്ലം തേവലക്കരയുള്ള വീട്ടുവളപ്പിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് വീട്ടിലെത്തിച്ചത്. ഭർത്താവ് സതീഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജൂലൈ 19 പുലർച്ചെയാണ് അതുല്യയെ ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയും ദുബായിൽ നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറുമായ സതീഷിനെതിരെ അതുല്യയുടെ വീട്ടുകാർ പീഡനമാരോപിച്ച് പരാതി നൽകിയിരുന്നു. സതീഷ് മർദ്ദിക്കുന്ന വീഡിയോകളും അതുല്യയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു.
കരുനാപ്പള്ളി ACP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ 8-അംഗ സംഘത്തിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. അതുല്യയുടെ മരണം ആത്മഹത്യയാണെന്ന് ഷാർജ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഫോറൻസിക് പരിശോധനാ ഫലം അതുല്യയുടെ ഷാർജയിലുള്ള സഹോദരി അഖില ഗോകുലിന് കഴിഞ്ഞ ദിവസം ലഭിച്ചു. പ്രതിയും ഭർത്താവുമായ സതീഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കരുനാപ്പള്ളി ACP അഞ്ജലി ഭാവന പറഞ്ഞു. പുലർച്ചെ 4 മണിയോടെയാണ് അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മണിയോടെ വീട്ടിലെത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം സംസ്കാരം നടന്നു. അമൃത ന്യൂസ്, കൊല്ലം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ ഉടൻ നിയമിക്കണമെന്ന് സുപ്രീം കോടതി. നിയമനത്തിനായി ഗവർണറും സർക്കാരും യോജിച്ചു പ്രവർത്തിക്കണം. UGC ചട്ടങ്ങൾക്കനുസൃതമായി സ്ഥിരം VC നിയമനത്തിനുള്ള നടപടികൾ ഉടൻ തുടങ്ങണമെന്ന് നിർദ്ദേശിച്ച കോടതി വിദ്യാർത്ഥികൾ കഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകരുതെന്നും പറഞ്ഞു. സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ചാൻസലറായ ഗവർണർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ. VC നിയമനത്തിൽ അധികാര തർക്കമല്ല, സമവായമാണ് വേണ്ടതെന്ന് കോടതി പറഞ്ഞു. സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലർമാർ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിലാകുന്നത് വിദ്യാർത്ഥികളാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയം കലർത്താതെ വിദ്യാർത്ഥികൾക്കു വേണ്ടി പ്രശ്നം പരിഹരിക്കണം. സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുവരെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഗവർണർക്ക് പുതിയ വിജ്ഞാപനം ഇറക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ JB പർഡിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അപ്പീൽ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി വന്നതിന് പിന്നാലെ VC നിയമനത്തിന് സർക്കാർ പാനൽ നൽകിയിരുന്നു. ഈ പാനൽ അംഗീകരിക്കാതെയാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ തർക്കത്തിന് അയവില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു വീണ്ടും ഇടപെട്ടെങ്കിലും സമവായമാകില്ല. ഫോണിൽ സംസാരിച്ച മന്ത്രിയോട് രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ച് VC മോഹനൻ കുന്നുമ്മൽ. സർവകലാശാല ആസ്ഥാനത്തെത്തിയ VC മോഹനൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധവുമായി SFI രംഗത്ത് വന്നു. ഇതിനിടെ KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക VC-മാരെ നിയമിക്കാമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പുറത്തുപോയ VC-മാരെ നിയമിക്കാൻ നീക്കം നടത്തുകയാണ് ഗവർണർ. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ VC തർക്കം അനുദിനം മൂർച്ഛിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിലും പ്രശ്നം പരിഹരിക്കാനാകുന്നില്ല. ഇന്ന് VC മോഹനൻ കുന്നുമ്മലുമായി മന്ത്രി R ബിന്ദു ഫോണിലൂടെ സംസാരിച്ചെങ്കിലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ നിലനിർത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് VC. എന്നാൽ സിൻഡിക്കേറ്റ് ആകട്ടെ സസ്പെൻഷൻ അംഗീകരിക്കില്ല എന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ രജിസ്ട്രാറുടെ പല ഫയലുകളും VC മടക്കി അയച്ചു. സസ്പെൻഷനുള്ള രജിസ്ട്രാർക്ക് ഫയൽ അയക്കാൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി KS അനിൽകുമാറിന്റെ ഫയലിംഗ് സംവിധാനം VC തടഞ്ഞുവച്ചിരിക്കുകയാണ്. ഇതിനിടെ ഇന്ന് സർവകലാശാലയിലെത്തിയ VC മോഹനൻ കുന്നുമ്മലിനെതിരെ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. കനത്ത പോലീസ് കാവലിലാണ് VC സർവകലാശാല ആസ്ഥാനത്തെത്തിയതും മടങ്ങിപ്പോയതും. പ്രതിഷേധം ശക്തമാക്കാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. അതിനിടെ സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കുന്നതുവരെ താൽക്കാലിക VC-മാർക്ക് തുടരാമെന്ന സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പുറത്തുപോയ VC-മാരെ വീണ്ടും നിയമിക്കാൻ ഒരുങ്ങുകയാണ് ഗവർണർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ SC/ST BPL ഫണ്ടുകളിൽ തിരിമറി നടത്തിയ 2 കോർപ്പറേഷൻ ജീവനക്കാർ ഉൾപ്പെടെ 12 പേരെ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. 2 ജീവനക്കാരെ കൂടാതെ ഏജന്റുമാരും പട്ടം സർവീസ് സഹകരണ ബാങ്ക് മാനേജറുമാണ് കസ്റ്റഡിയിലുള്ളത്. തിരുവനന്തപുരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ പ്രത്യേക യൂണിറ്റ് 1 ഇവരെ കസ്റ്റഡിയിലെടുത്തത്. രജിത്തുണ്ട് വിവരങ്ങളുമായി. രജിത്ത്, കൃത്യമായ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഒരു നടപടി. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? 2020-21 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കിയത്. അന്വേഷണ വിധേയമാക്കി ഇവരെ പലപ്പോഴായി ചോദ്യം ചെയ്യലിനടക്കം വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. ഇന്ന് അവരെ കൂടുതൽ മൊഴിയെടുപ്പിനായി വിളിച്ചു വരുത്തിയതിനു ശേഷം, മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇവരുടെ കസ്റ്റഡിയിലേക്കും അറസ്റ്റിലേക്കും നീങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കോർപ്പറേഷനിലെ 2 ജീവനക്കാരുൾപ്പെടെ 14 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതി ജഡ്ജിന് മുന്നിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തുതന്നെയായാലും വിവിധ വകുപ്പുകൾ, വ്യവസായ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ മുഖാന്തരം
പിന്നാക്ക വിഭാഗങ്ങൾക്ക് അനുവദിച്ചു നൽകിയിരുന്ന വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുൾപ്പെടെയുള്ള വിവിധ പദ്ധതികളിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നത്. ഇടനിലക്കാർ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ജീവനക്കാരും മറ്റ് ഇടനിലക്കാരും ഉൾപ്പെടെയുള്ള നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മുൻ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തുതന്നെയായാലും 1,26,00,000 രൂപയുടെ തട്ടിപ്പ്, അതായത് 5 പേരടങ്ങുന്ന 3 ഗ്രൂപ്പുകൾക്ക് 3 ലക്ഷം രൂപ വീതം, 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് 3 ലക്ഷം രൂപ വീതമാണ് ഫണ്ട് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 33 ഗ്രൂപ്പുകൾ ഇത്തരത്തിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ 1,26,00,000 രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ നേരത്തെ മുതൽ തന്നെ ഇവരുടെ അന്വേഷണം പുരോഗമിച്ചു വരികയായിരുന്നു. ഒപ്പം തന്നെ ചോദ്യം ചെയ്യലുകളടക്കം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് അവരെ വിളിച്ചു വരുത്തിയതിനു ശേഷം മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയുമായിരുന്നു. ഇപ്പോഴും അറസ്റ്റ് നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. 2 കോർപ്പറേഷൻ ജീവനക്കാരുൾപ്പെടെ 14 പേർ ആണ് ഇപ്പോൾ 14 പേരെയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് അനുസരിച്ച് ഇവരെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും 1,26,00,000 രൂപയുടെ തട്ടിപ്പിലാണ് അന്വേഷണം നടന്നതും ഇതിനു മുമ്പും ഇതുപോലെ 24 ലക്ഷം രൂപയുടെ തട്ടിപ്പ് ആന്റി കറപ്ഷൻസ് ബ്യൂറോ നേരത്തെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്യുന്നു. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ യൂണിറ്റ് 1 തിരുവനന്തപുരം യൂണിറ്റ് 1ന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചിരുന്നതും. തുടർന്നാണ് ഇപ്പോൾ ആവശ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടി ഇവരെ വിളിച്ചു വരുത്തുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ ആളുകൾ അന്വേഷണ പരിധിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങൾ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? തീർച്ചയായും നമുക്കറിയാം, ഇത്തരം പദ്ധതികൾ പിന്നോക്ക വിഭാഗത്തിലുള്ള സ്ത്രീകൾക്കായി അനുവദിച്ചു നൽകിയിട്ടുള്ള പദ്ധതികളിലാണ് കൂടുതലായും തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അവർക്ക് ഇടനിലക്കാരായി എത്തി തുക വാങ്ങി നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഇവർ സമീപിക്കുകയും ചെയ്തിരുന്നത്. അത്തരത്തിൽ സമീപിച്ചിരുന്ന നിരവധി ഏജന്റുമാരുണ്ട്. ഏകദേശം 2 ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ 12ഓളം മറ്റ് ഇടനിലക്കാരും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുൻ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്ന വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇവരെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിലേക്ക് ഹാജരാക്കാനുള്ള നടപടികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചാണ് 24 ലക്ഷം രൂപയുടെ 19-20 വർഷത്തെ തട്ടിപ്പ് ഉണ്ടായിരുന്നത്. അതിൽ ഇടതുപക്ഷത്തു നിന്നുള്ള ഡിവൈഎഫ്ഐ നേതാക്കളടക്കം ഉൾപ്പെട്ടിരുന്നു എന്ന വിവരങ്ങളടക്കം നേരത്തെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പങ്ക് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയും ഒപ്പം തന്നെ അറസ്റ്റുകളടക്കം നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം 20-21 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിലാണിപ്പോൾ 14 പേരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൽ തന്നെ 2 പേർ കോർപ്പറേഷൻ ജീവനക്കാരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുതന്നെയായാലും ഈ കോർപ്പറേഷൻ ജീവനക്കാരെ ഇടനിലക്കാർ സമീപിച്ചുകൊണ്ടാണ് ഇവരുമായി ചങ്ങാത്തം കൂടിയാണ് ഇത്തരം പദ്ധതികൾ തട്ടിപ്പ് നടത്താനായി തുനിഞ്ഞിറങ്ങിയത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളായിട്ടുള്ള പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ തട്ടിച്ചിരിക്കുന്നത്. ഇവരുടെ ഫണ്ടുകളും ഒപ്പം തന്നെ തുകകളും മറ്റ് അക്കൗണ്ടുകളിലേക്ക് അടക്കം മാറ്റിക്കൊണ്ടുള്ള നടപടികളാണ് ഇവർ നടത്തിയിരുന്നത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ആവശ്യമായ തെളിവുകളടക്കം ശേഖരിച്ച ശേഷമാണ് ഇവരെ ഇന്ന് വിളിച്ചു വരുത്തുകയും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ശരി രജിത്ത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ SC/ST BPL ഫണ്ടുകളിൽ തിരിമറി നടത്തിയ 2 കോർപ്പറേഷൻ ജീവനക്കാരുൾപ്പെടെ 12 പേരെയാണ് വിജിലൻസ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് നടപടിക്രമങ്ങൾ ഉൾപ്പെടെ അവിടെ നടക്കുകയാണ്. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. രജിത് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിച്ചില്ല. മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ കേസ് പരിഗണിക്കാൻ അധികാരമില്ലെന്ന് കോടതി അറിയിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പാർലമെന്റിനകത്തും പുറത്തും ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതിരുന്ന ഛത്തീസ്ഗഡ് സെഷൻസ് കോടതി അപേക്ഷ ബിലാസ്പൂർ NIA കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു.
മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ കേസ് പരിഗണിക്കേണ്ടത് NIA കോടതിയാണെന്ന് പോലീസ് വാദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യഹർജി പരിഗണിക്കാൻ അധികാരമില്ലെന്നും ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനും കോടതി ഹർജിക്കാരോട് ആവശ്യപ്പെട്ടത്. മനുഷ്യക്കടത്ത് കുറ്റം ആരോപിക്കപ്പെട്ടതിനാൽ കേസ് ബിലാസ്പൂരിലെ NIA കോടതിയിലേക്ക് മാറ്റുകയാണെന്നും ദുർഗ് സെഷൻസ് കോടതി അറിയിച്ചു. മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടന്നിട്ടില്ലെന്നും ജോലി ചെയ്ത് ജീവിക്കാനായി ഭരണഘടന നൽകുന്ന അവകാശമാണ് യുവതികൾ ഉപയോഗിച്ചതെന്നും ജാമ്യാപേക്ഷയിൽ കന്യാസ്ത്രീകൾ ഉന്നയിച്ചിരുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കാതായതോടെ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. അതിനിടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി കോടതിക്ക് മുന്നിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ രംഗത്തെത്തി. കോടതി തീരുമാനം വന്നതിന് പിന്നാലെ കോടതിക്ക് മുന്നിൽ ഇവർ ആഹ്ലാദ പ്രകടനവും നടത്തി. कोर्ट को स्वर्णाधिकार नहीं है क्यों क्या होता है, ये मामला NIA का बन रहा है, मानव तस्करी से संबंधित मामला है, इसका कोर्ट इसका कोर्ट अलग है, ये कोर्ट अलग है, ठीक है, इसकी ये कोर्ट को सुनने का अधिकार ही नहीं है, ये गलत जगह इन्होंने एप्लीकेशन मूव किया है। तो अभी पुलिस को आदेश किया गया कि 15 दिन पूरी जांच करेंगे और उसके बाद ये मामला NIA में जाएगा. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിപക്ഷം ഇന്നും പാർലമെന്റിൽ പ്രതിഷേധിച്ചു. വിഷയം KC വേണുഗോപാലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MPയും ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ചർച്ചയില്ലെന്ന് ഭരണപക്ഷം അറിയിക്കുകയും ചെയ്തു. രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ തടസ്സപ്പെട്ടു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് പുറത്തും പ്രതിഷേധം നടന്നു. We are demanding an end to this kind of atrocity against minorities. It is not fair at all. These are also ladies. There were 2 or 3 ladies with another bunch of ladies. They should not be manhandled and treated like this. And you cannot just accuse people of things that they are not doing. 5 ദിവസം മുമ്പാണ് ഛത്തീസ്ഗഡിൽ വെച്ച് മലയാളികളായ കന്യാസ്ത്രീകൾ അറസ്റ്റിലാവുന്നത്. സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസ്, പ്രീതി മേരി എന്നിവരെ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ചാണ് ജയിലിലടച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. രാജ്ഭവനിലേക്ക് കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധ നടത്തം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലാക്കപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്ക് കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധ നടത്തം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് KPCC ആസ്ഥാനത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ നടത്തം ഉദ്ഘാടനം ചെയ്തത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, PC വിഷ്ണുനാഥ് MLA, ഷാഫി പറമ്പിൽ MP എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. BJP സർക്കാരിന്റെ പിന്തുണയോടെ ക്രിമിനലുകൾ രാജ്യം ഭരിക്കുന്നുവെന്ന് VD സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി കേരളത്തിന്റെ പ്രതിഷേധം ഗവർണർ അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അറിയിക്കണം എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അറിയിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെ, പ്രധാനമന്ത്രിയെയും അറിയിക്കാൻ ഇനിയും വൈകരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇത് കേരളത്തിന്റെ പ്രതിഷേധമായി നമ്മൾ മാറ്റും. ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ അവരെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ കൂടെ ഉണ്ടാകും. വർഗീയ കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് BJPയുടെയും RSSന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. BJPയും RSSും ചേർന്ന് ഇത് ഒരു വർഗീയ കലാപമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുന്നു. പലരും പറയുന്നില്ല പേടിച്ച്. ഇന്ന് ന്യൂനപക്ഷങ്ങൾ പേടിയിലാണ്. പ്രതിഷേധത്തിനിടെ KC ജോസഫ് കുഴഞ്ഞു വീണു. അദ്ദേഹത്തെ ഉടൻ തന്നെ ഷാഫി പറമ്പിൽ MPയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതയുടെ വീട് സന്ദർശിച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. അറസ്റ്റിലായ സിസ്റ്റർമാരുടെ കുടുംബത്തെ ചേർത്തു പിടിക്കുന്നതിനാണ് അവരെ സന്ദർശിച്ചതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഈ വിഷയത്തിൽ പലരും രാഷ്ട്രീയം കളിക്കുന്നുവെന്നും അവർ ആരോപിച്ചു. ഈ കന്യാസ്ത്രീ അമ്മമാർ ജയിലിനകത്ത് കിടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വേദനിക്കുന്ന, ദുഃഖിക്കുന്ന ആ അമ്മച്ചിയെ ഒന്ന് കാണാനും ആശ്വസിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഛത്തീസ്ഗഡ് ഭരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുന്നവരോടാണ് യഥാർത്ഥത്തിൽ അവരെയാണ് ചോദ്യം ചെയ്യേണ്ടത്. കാരണം NIA കോടതിയിൽ നിന്ന് ഇത്തരം ട്രാഫിക്കിംഗ് ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ജാമ്യം എടുക്കണം എന്നുള്ള ഒരു നിരീക്ഷണം പറഞ്ഞതാരാണ്? ഏതെങ്കിലും ഒരു BJPയുടെ നേതാവല്ലല്ലോ, അത് ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്.
കന്യാസ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. സീറോ മലബാർ, മലങ്കര ലത്തീൻ സഭകൾ സംയുക്തമായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും രാജ്ഭവനിലേക്കാണ് മാർച്ച് നടത്തിയത്. സന്യാസിനിമാർ മതേതര ഭാരതത്തിന്റെ അഭിമാനമെന്നും ആർഷഭാരതത്തിന് അവിഭാജ്യ ഘടകമാണെന്നും മലങ്കര കാത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് ബാവ പറഞ്ഞു. ISRO നാസ സംയുക്ത ഭൗമനിരീക്ഷണ ഉപഗ്രഹം നൈസർ വിജയകരമായി വിക്ഷേപിച്ചതിന് പിന്നാലെ ISRO അധികൃതർ മാധ്യമങ്ങളെ കാണുന്നു. This achievement belongs to each one of you. Our best wishes now go to NASA and ISRO teams for the next phases, culminating in the placement of the spacecraft in its final science orbit, where it will begin a mission that promises to bring game-changing data for Earth science and disaster monitoring. I would like to place on record my sincere appreciation to Vehicle Director Dr. M.B. Dhanasekaran, Associate Vehicle Director Srimati Asha Mary Matthew, Associate Project Director Sri Binny Matthew, and Deputy Project Director Mission Srimati A.V. Mercy, and all my core team members from GSLV project. Your dedication, technical rigor, and mission focus have been the cornerstone of this major accomplishment. Let this day inspire future generations and reinforce our resolve to push boundaries and lead in global space exploration. Thank you. Jai Hind. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കുടുങ്ങി 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിൽ വടക്കുമുറി കളപ്പാറയിലാണ് സംഭവം. മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അരീക്കോടിനടുത്ത് വടക്കമുറി കളപ്പാറയിൽ അപകടമുണ്ടായത്. സ്വകാര്യ വ്യക്തിയുടെ മാലിന്യ സംസ്കരണ യൂണിറ്റിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെയാണ് 3 പേർ മരിച്ചത്. മരിച്ചതിൽ 2 പേർ ബീഹാർ സ്വദേശികളും ഒരാൾ ആസാം സ്വദേശിയുമാണ്. വികാസ് കുമാർ, സമദ് അലി, ഹിതേഷ് ശരണ്യ എന്നിവരാണ് മരണപ്പെട്ടത്. മാലിന്യ പ്ലാന്റ് വൃത്തിയാക്കാൻ ആദ്യം ഇറങ്ങിയയാൾ ശ്വാസതടസ്സം നേരിട്ട് ബോധരഹിതനായി വീഴുകയായിരുന്നു. തുടർന്ന് ഇയാളെ രക്ഷിക്കാനിറങ്ങിയ മറ്റു 2 പേരും അപകടത്തിൽപ്പെട്ടു. മരണപ്പെട്ടവരുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ അരീക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും വിഷയത്തിൽ ഇടപെട്ടു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, മലപ്പുറം. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു എന്ന വാദം തള്ളി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഏപ്രിൽ 22 മുതൽ ജൂൺ 16 വരെ പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഒരു ഫോൺ കോളും നടന്നിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പോരാട്ടം നിർത്തണമെങ്കിൽ പാകിസ്ഥാന്റെ DGMO അഭ്യർത്ഥിക്കണമെന്ന് ഞങ്ങൾ അറിയിച്ചു. അതുതന്നെയാണ് സംഭവിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള രാജ്യസഭാ ചർച്ചയ്ക്കിടെ സംസാരിക്കുകയായിരുന്നു മന്ത്രി. The response we gave to anybody who spoke to us was that the Pakistani side has to make a request, and that request has to come through the DGM. No, wait, no, I'll tell you. Sit down. I'll tell you who called. Now, sir, I want to make 3 things clear. One, ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധന തുടരുന്നു. 2ാമത്തെ പോയിന്റിലെ പരിശോധന പൂർത്തിയായി. ഉച്ചവരെയും ഒന്നും കണ്ടെത്താനായിട്ടില്ല. അന്വേഷണ സംഘവും സാക്ഷിയും ഇപ്പോഴും കാട്ടിനുള്ളിൽ തന്നെയാണ്. സാക്ഷി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത 3 ഇടങ്ങളിലായാണ് പരിശോധന. പ്രത്യേക അന്വേഷണ സംഘം 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തുന്നത്. കർണാടകയിലെ ധർമ്മസ്ഥല വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഫോറം ഫോർ ജസ്റ്റിസ് ഫോർ വുമൻ. മലയാളികളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരള സർക്കാർ ഇടപെട്ട് അന്വേഷണം നടത്തണം. വിഷയത്തിൽ 203 പേർ ഒപ്പിട്ട നിവേദനം കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിക്കും. അതോടൊപ്പം ഓഗസ്റ്റ് 15-ന് കേസിൽ ഇടപെട്ട സ്ത്രീ സംഘടനകളെ ചേർത്ത് കോഴിക്കോട് കൺവെൻഷൻ നടത്തുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. സംഘടനാ ചെയർപേഴ്സൺ VP സുഹറ, കുമാരൻ CV തുടങ്ങിയവർ കോഴിക്കോട് നടന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.
ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഓർമ്മ പുതുക്കി നാട്. ഉരുൾ കവർന്നെടുത്തവരുടെ ഫോട്ടോകൾ പതിപ്പിച്ച സ്മൃതി കുടീരത്തിൽ ആയിരങ്ങൾ പുഷ്പാർച്ചന നടത്തി. സർവമത പ്രാർത്ഥനയിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു. ഒറ്റ രാത്രി കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായവർ. അനാഥത്വത്തിന്റെ ഒരു വർഷം. പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കയ്യെയും തകർത്ത് പുന്നപ്പുഴ കുത്തിയൊലിച്ച് ചാലിയാറിലേക്ക്. ദുരന്തഭൂമിയിൽ ജീവൻ പൊലിഞ്ഞവരെ അടക്കം ചെയ്ത ഹൃദയഭൂമിയിൽ കുടീരങ്ങൾക്ക് മുന്നിൽ ഒരു നാട് വിങ്ങലോടെ കൈകൂപ്പി നിന്നു. പൂക്കളും മിഠായികളും കളിപ്പാട്ടങ്ങളും അർപ്പിച്ചവർ ഹൃദയം നുറുങ്ങുന്ന വേദന ഉള്ളിലൊതുക്കി പുഷ്പങ്ങൾ അർപ്പിച്ചു. മരണമടഞ്ഞ 298 പേരുടെ ഫോട്ടോകൾക്ക് മുന്നിൽ പ്രിയപ്പെട്ടവരെ തിരയുന്നവർ കണ്ണീർ കാഴ്ചയായി. പ്രാർത്ഥനകളും പുഷ്പാർച്ചനകളുമായി അതിരാവിലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടവർ ഒഴുകിയെത്തി. കലണ്ടർ വർഷങ്ങൾ മാറുമ്പോഴും ജൂലൈ 30 ഒരു തീരാനോവായി ഒരു നാടിന്റെ ഇടനെഞ്ചിലുണ്ടാകും. സർവമത പ്രാർത്ഥനകൾക്കു ശേഷം നടന്ന പുഷ്പാർച്ചനയിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, വയനാട്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് ധനസമാഹരണത്തിൽ പാളിച്ചകളില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. നടപടി സ്വീകരിച്ചത് പിരിവ് പൂർത്തിയാക്കാത്ത ഘടകങ്ങൾക്കെതിരെയാണ്. യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനം വയനാട്ടിൽ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനാണ്. മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച മാതൃകാ വീട് പോലും പൂർത്തിയാക്കാത്തത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് ഉദാഹരണമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടുപുഴയിൽ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും നിർമ്മിക്കുന്ന വീടുകളെ പറ്റിയിട്ട് വിവാദം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ വീഴ്ചകളെ മറക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു ചിത്രം, ഒരു മാതൃകാ ഭവനത്തിൻ്റെ 1-ാം വർഷമാകുമ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാതൃകാ ഭവനം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് സർക്കാരിൻ്റെ വെയ്പ്പ്. ആ വീടിൻ്റെ ചിത്രം നിങ്ങളെടുത്തൊന്ന് പരിശോധിക്കണം. അത് ഇന്നത്തെ ദിവസം ഒരാൾക്ക് താമസിക്കാൻ പറ്റുന്ന വീടാണ്. നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഉണ്ടോ? എന്നോട് ചോദ്യം ചോദിച്ച ബഹുമാനായ മാധ്യമപ്രവർത്തകർ, അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? ഉണ്ടോ? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കൂരിരുട്ട് മായ്ക്കാൻ വിദ്യാഭ്യാസ വെളിച്ചം പകർന്ന് മലബാർ ഗ്രൂപ്പ്. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലെ 143 വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് ഉയിർപ്പ്. ആരംഭിച്ച് 1 വർഷം പൂർത്തിയാകുമ്പോൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോവുകയാണ് ഉയിർപ്പ്. ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായവർക്ക് ഒന്നും പകരമാവില്ലെങ്കിലും പുനരധിവാസം എന്നത് കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തിലൂടെ സാമ്പത്തികമായും സാമൂഹ്യമായും അവരെ മുന്നോട്ട് നയിക്കലാവണമെന്ന കാഴ്ചപ്പാടാണ് ഉയിർപ്പ് എന്ന പദ്ധതി. ഉരുൾപൊട്ടലോടെ പാതിയിൽ അവസാനിക്കുമായിരുന്ന വിദ്യാഭ്യാസം മലബാർ ഗ്രൂപ്പിന്റെ പദ്ധതിയിലൂടെ പൂർത്തിയാക്കിയ ആളാണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം സ്വദേശി വിഷ്ണു. ഉയിർപ്പിലൂടെ വിഷ്ണുവിന് മലബാർ ഗ്രൂപ്പിനൊപ്പം തന്നെ ജോലിയും ലഭിച്ചു. എല്ലാം പോയി. അപ്പോൾ എനിക്ക് ഒന്നിനും പറ്റില്ല. ഫീസും കാര്യങ്ങളും എല്ലാം കൂടി താങ്ങില്ലായിരുന്നു. അപ്പോഴാണ് മലബാറിന് എന്നെ വിളിച്ചത്. ഇങ്ങനെ ഫീസുണ്ടോ, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എൻ്റെ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി തന്നു. ടി സിദ്ദിഖ് MLAയുടെ MLA കെയർ പദ്ധതിയുമായി സഹകരിച്ചാണ് ഉയിർപ്പ് നടപ്പാക്കുന്നത്. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലെ 143 വിദ്യാർത്ഥികളാണ് പദ്ധതിയിലുള്ളത്. ഇവരുടെ വിദ്യാഭ്യാസ ചെലവ് മുഴുവൻ മലബാർ ഗ്രൂപ്പാണ് വഹിക്കുന്നത്. ഇതിനകം 81 ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. 3 കോടി രൂപയാണ് മലബാർ ഗ്രൂപ്പ് ഇതിനായി നീക്കിവെച്ചതെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് പുറത്താണ്, ഫീസ് കൊടുക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താണ്, ഒരു കണ്ടിന്യൂഷൻ പറ്റുന്നില്ല. അവർ ഈ പെട്ടെന്ന് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ, അപ്പോൾ എത്ര പേരുണ്ട്? ഞങ്ങൾ ഏകദേശം 150 പേരുണ്ടാവുന്നുണ്ട്. 144 പേര് അങ്ങനെ ഉണ്ടായി. അവർക്ക് ഫീസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി. പഠനം പൂർത്തിയാക്കുന്നവർക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി കണ്ടെത്തുന്നതിനായി പ്ലേസ്മെന്റ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനകം 6ഓളം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് കാവിലുംപാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിയാനയെ മയക്കുവെടിവെച്ചു. കരിങ്ങാട് ഒടേരിപ്പൊയിൽ മലമുകളിൽ വെച്ചാണ് ആഴ്ചകളിലായി ജനവാസ മേഖലയിൽ തുടരുന്ന ആനയെ വനം വകുപ്പിന്റെ ദൗത്യസംഘം മയക്കുവെടിവെച്ചത്. 3 വയസ്സുള്ള ആനയെ ആദ്യം മുത്തങ്ങ ആന ക്യാമ്പിലേക്ക് മാറ്റും. ആരോഗ്യനില നിരീക്ഷിച്ച ശേഷം ആനക്കൂട്ടത്തിനൊപ്പം വിട്ടയക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു.
2020 ബാറ്റർമാരുടെ ICC റാങ്കിങ്ങിൽ ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ ഒന്നാം സ്ഥാനത്ത്. ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡിനെ പിന്തള്ളിയാണ് അഭിഷേക് ഒന്നാമതെത്തിയത്. ഈ വിഭാഗത്തിലെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരനാണ് അഭിഷേക്. മുൻപ് വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ് എന്നിവർ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു. ഇന്ത്യയുടെ തിലക് വർമ്മയാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് 6ാം സ്ഥാനത്തുണ്ട്. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ 2 സ്ഥാനം നഷ്ടമാക്കി 11ാമതായി. ബോളർമാരുടെ റാങ്കിങ്ങിൽ ന്യൂസിലാൻഡ് താരം ജേക്കബ് ഡുഫി 1ാം സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ വരുൺ ചക്രവർത്തി 3ാം സ്ഥാനത്തുണ്ട്. 7ാം സ്ഥാനത്തുള്ള രവി ബിഷ്ണോയ്, 10ാമതുള്ള അർഷ്ദീപ് സിംഗ് എന്നിവരാണ് ആദ്യ 10ലുള്ള മറ്റ് ഇന്ത്യൻ ബൗളർമാർ. ഇന്ത്യ-ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റിന് നാളെ ഓവലിൽ തുടക്കമാകും. പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ജയത്തോളം പോന്ന സമനില പൊരുതി നേടിയ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഓവലിൽ ജയിച്ച് പരമ്പര സമനിലയാക്കുകയാണ് ശുഭ്മാൻ ഗില്ലിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. ഋഷഭ് പന്ത് പരിക്കേറ്റ് പുറത്തായതിനാൽ ഇന്ത്യൻ ടീമിൽ മാറ്റം ഉറപ്പാണ്. പന്തിന് പകരം ധ്രുവ് ജുറൽ ടീമിലെത്തും.